ചെയ്തിട്ടുണ്ട്. ഒന്നാമത് പുള്ളി ഒരു നയനാർ മാനേജ്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു റിക്രൂട്ട്മെന്റ് ചെയ്തു. അതില് കുറച്ച് ആളുകളെ പുള്ളി എന്റെ അടുത്തും പറഞ്ഞ് ഞാനും പുള്ളിക്ക് കൊടുത്തായിരുന്നു. പുള്ളിക്ക് കൊടുത്തെന്ന് വെച്ചാൽ ഞാൻ പൈസ ഞാൻ ആരെയും എന്റെ അക്കൗണ്ടിൽ വാങ്ങിച്ചില്ല, എല്ലാം ഈ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ ഇട്ട് കൊടുത്തു. അതെ അതെ അതെ. അപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങാതെ ഈ അന്ന് പുള്ളിക്കാരൻ നേരിട്ട് ഈ നയനാർ മാനേജ്മെന്റിന്റെ കാര്യത്തില് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് എന്റെ ഫാദറിന്റെ അനിയന്റെ ബേബി വർക്കി എന്ന് പറഞ്ഞാൽ എന്റെ ഫാദറിന്റെ അനിയന്റെ അക്കൗണ്ട് വഴി ആണ് ഈ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി പോയിരിക്കുന്നത്, പുള്ളി കൊടുത്തിരിക്കുന്നത്. അപ്പൊ പുള്ളി നയനാർ ഫൈൻഡൈൻ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നയനാർ മാനേജ്മെന്റില് ആരും എല്ലാ ആൾക്കാരും നേരിട്ട് പുള്ളിയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കില്ല. അവരൊക്കെ ഞാനിപ്പോ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ കോൺടാക്ട് ചെയ്യുക അഞ്ചൽ പോലീസ് സ്റ്റേഷനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ നയനാർ മാനേജ്മെന്റ് നടക്കൂല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പാലാരിവട്ടത്തുള്ള RJ ട്രാവൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രഞ്ജിത്തും ഭാര്യ ജാസ്മിനും, അത് പാലാരിവട്ടത്താണ്, അവരാണ് കേരളത്തിൽ നിന്ന് കണക്ട് ചെയ്യുന്നതാണ് പുള്ളി അവരായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഈ RJ ട്രാവൽസിൽ നിന്ന് പുള്ളി പൈസ വാങ്ങിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ആ പൈസ ആയിട്ടിരിക്കുന്ന പുള്ളി ഹൈദരാബാദുള്ള റിയാൻ വിസാസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരായിട്ട് കണക്ട് ചെയ്തിട്ട് കുറെ COS ഇറക്കി എന്റെ ആളുകൾക്കും, അതായത് ഞാൻ എന്റെ പൈസ തന്നിട്ടില്ല, ഞാൻ മുഖാന്തരം വന്നിട്ടുള്ള കുറച്ച് പേർക്ക് പുള്ളി COS വിതരണം ചെയ്തു. അപ്പൊ ഈ വാട്സാപ്പ് വഴിയാ COS ഇട്ട് തന്നെ വാട്സാപ്പ് വഴി ഇട്ട് തന്നിട്ട് പുള്ളി പറയും എന്റെ COS എന്ന് പറയും, എന്റെ പേര് പുള്ളി മുൻപന്തിയിൽ നിർത്തും. അതാണ് പുള്ളിയുടെ തന്ത്രം. അപ്പൊ ഈ ഷിജോ നെറ്റോയും അതുപോലെ മറ്റുള്ളവരെയൊക്കെ പുള്ളി അറിയിക്കുന്ന പുള്ളിയുടെ കൂടെ ആരുണ്ടോ അവരുടെ പേര് പറഞ്ഞാൽ പുള്ളി ഓരോ കാര്യങ്ങൾ ചെയ്യണേ. അതിപ്പോ എന്റെ മാത്രമല്ല, കേരളത്തിൽ പുള്ളി പല കാര്യങ്ങളും ചെയ്യുന്നത് പുള്ളിയുടെ കൂടെ ആര് നിൽക്കുന്നോ അവരുടെ പേര് പറഞ്ഞങ്ങ് ചെയ്യും. അപ്പൊ പുള്ളി അവിടെ സൈലന്റ് ആവും, പുള്ളി എപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കും. അങ്ങനെ റിയാൻ വിസാസില് പുള്ളി കുറെ ആളുകൾക്ക് ഈ നയനാർ മാനേജ്മെന്റിന്റെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് ഈ രഞ്ജിത്തിന്റെ അതിന് കുറച്ച് പൈസ തിരിച്ചു വാങ്ങിച്ചു എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അത് വാങ്ങിച്ചിട്ട് റിയാൻ വിസാസി കൊടുത്തിട്ട് കുറച്ച് COS അവിടെ നിന്ന് തന്നു. ഈ COS തന്ന ആ COS എല്ലാം ഫേക്ക് COS ഒന്നും ഒറിജിനൽ അല്ല. അപ്പൊ അതില് COS കിട്ടിയ രണ്ടുപേര് ഇത് കണ്ടുപിടിച്ചു. അജോഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനും റിജോസ് എന്ന് പറഞ്ഞ പയ്യനും അവരവിടെ പോയി വഴക്കുണ്ടാക്കി പുള്ളിയുടെ പൈസ പുള്ളിയുടെ ഓഫീസിൽ കിടന്ന് വഴക്കുണ്ടാക്കി ആ പൈസ തിരിച്ചു വാങ്ങിച്ചു. അതേപോലെ കുറച്ച് പേരൊക്കെ വഴക്കുണ്ടാക്കി പുള്ളിയുടെ കയ്യിൽ നിന്ന് വെള്ളമുണ്ടാക്കി പൈസ തിരിച്ചു വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് മധുരയിലുള്ള ഒരു അവന്റെ പേര് എനിക്കറിയായിരുന്നു, രാജ്കുമാർ എന്ന് പറഞ്ഞ ഒരുത്തനായിട്ട് ബന്ധപ്പെട്ട് മധുരയിൽ കൊണ്ടുവന്ന് പൈസ കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് പേര് എനിക്കറിയാവുന്ന 2-3 പേരെ അടുത്തുനിന്ന് 14 ലക്ഷവും 11 ലക്ഷവും ഒക്കെ ഈ രാജ്കുമാറിന്റെ അടുത്ത് കൊടുത്തു. അവിടെ നിന്ന് പുള്ളിയുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തിരുവല്ല ചങ്ങനാശ്ശേരി പായിപ്പാട് 5 ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുര്യൻ പോൾ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഒരു ഇതേപോലെ തന്നെ ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ നിന്നൊക്കെ ഈ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുര്യൻ പോളിന്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുള്ളവരും രാജ്കുമാറിന്റെ അടുത്തുനിന്ന് പൈസ തിരിച്ചു വാങ്ങിക്കാൻ ഇവരൊക്കെ ഒരുമിച്ചാണ് മധുരയിൽ ചെന്നിട്ട് പൈസ തിരിച്ചു വാങ്ങിക്കാൻ നോക്കി. അത് മറ്റുള്ളവരെ അറിയിക്കാതെ ഇവന്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, തോമസിന്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, പൈസ കൊണ്ടുവന്ന ഒരാളുടെ അടുത്ത് കൊടുക്കും, എന്നിട്ട് ആളുകൾ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് പൈസ തിരിച്ചു വാങ്ങിക്കും. അങ്ങനെ ആ പൈസ ഇവന്റെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ ആൾക്കാർ കിടന്ന് ഈ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പോവാൻ ബുദ്ധിമുട്ടായി ഇവന്റെ പൈസ കൊടുത്തു. ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഒരു കാര്യം ചെയ്യുക, ഫൈൻഡൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി ഉണ്ട്, അപ്പൊ പുള്ളിയാണ് അതിന്റെ കേരളത്തിലെ ഓതറൈസേഷൻ. അപ്പൊ അതുകൊണ്ട് ഫൈൻഡൈൻ കമ്പനി മുഖാന്തരം നമുക്ക് ഈ ആളുകളെ കയറ്റി വിടാം എന്ന് പറഞ്ഞു. അപ്പൊ വളരെ റിയൽ ആയിട്ട് പുള്ളി എനിക്ക് ഈ ഫൈൻഡൈൻ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഇട്ടു തന്നു. അപ്പൊ ഞാൻ വെബ്സൈറ്റിലൊക്കെ നോക്കി എന്റെ കൂടെ ആണ് ഈ സെബിൻ അന്ന് വരാനായിട്ട് നിന്നത്. സെബിൻ എന്ന് പറഞ്ഞു അനീഷ് സാറിന് അറിയാം, അനീഷ് സാറ് സെബിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെബിൻ എന്റെ കൂടെ വരാനായിട്ട് നിന്നാണ്. സെബിന്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ വെബ്സൈറ്റിലെല്ലാം കമ്പനിയും മറ്റു കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. അപ്പോ അങ്ങനെ ഓക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പോ ഈ തോമസ് ആയിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഏകദേശം ഒരു 10-30 ആൾക്കാരുടെ 3.5 ലക്ഷം രൂപ വെച്ച് പുള്ളി വാങ്ങിച്ചു. അപ്പൊ ആദ്യമേ പുള്ളി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ഈ നമ്മൾ ഒരാളെ കൊടുത്ത് 2 പേരെ കൊടുത്തു പുള്ളി പറയും ഇത് 65 പേരുടെ ഗ്രൂപ്പാണ്, അപ്പൊ പിന്നെ നമ്മൾ 65 പേരെ ഉണ്ടാക്കാൻ നിൽക്കണം, എന്നാലാണ് ഈ ആളുകൾ പോവുള്ളൂ. അപ്പൊ 3 മാസത്തിനുള്ളിൽ പോവാം എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഈ 3.5 ലക്ഷം രൂപ വെച്ച് കുറച്ച് ആൾക്കാരുടെ പൈസ, കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30-31 എന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൈസ കൊടുത്തു. അപ്പൊ ആ പൈസ പോയിരിക്കുന്നത് എന്റെ ഫാദറിന്റെ അനിയന്റെ ബേബി വർക്കി എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിൽ ഈ തോമസ് ജോണിന്റെ പായിപ്പാടുള്ള SBI അക്കൗണ്ടിലേക്കാണ് ആ പൈസ പോയിരിക്കുന്നത്. അതിന്റെ എല്ലാത്തിനും കണക്കും കാര്യങ്ങളും ഞാൻ തരാം, എപ്പ ചോദിച്ചാലും തരാം. അപ്പൊ അങ്ങനെ അതും കുറച്ച് പ്രയാസത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോ ഇത് വമ്പൻ സ്കാം. അത് ഞാൻ ഇതിന് പിന്നാലെ ഒറ്റയ്ക്ക് നിന്ന് ഇവൻ തന്നെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി എവിടെയും പ്രസന്റ് ചെയ്യുന്നത് UK ഹെൻറിയാണ്. അപ്പൊ ഈ UK ഹെൻറി എന്ന് പറയുമ്പോൾ ഇവൻ ആളെ പിടിക്കുന്നത് തിരുവല്ല സൈഡിലും ആലപ്പുഴ സൈഡിലും കണ്ണൂർ സൈഡിലും ഒക്കെ ഇവൻ ആളെ പിടിക്കുന്നുണ്ട്. ഈ ആളെ പിടിക്കുന്നത് എന്റെ പേര് പറഞ്ഞ UK ആളെന്ന് പറയുമ്പോൾ ഈ ആളുകൾ ഓടിക്കൊള്ളുന്ന പൈസ കൊടുക്കാൻ റെഡിയാവും. ഇതിൽ കൂടുതലും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി പല ഏജൻസികൾ വഴി കയറി ഇറങ്ങി നടക്കുന്ന ആളുകളാണ്. അങ്ങനെ പോകാൻ പറ്റാതെ പല എറണാകുളത്തേക്കുള്ള പല ഏജൻസി ചെന്നിട്ട് പോകാൻ പറ്റാതെ വട്ടം നീളം നടക്കുന്ന ആളുകളുടെ അടുത്ത്
ഞങ്ങൾ പെട്ടെന്ന് വിടാം, ഞങ്ങളുടെ കമ്പനി ഓക്കെയാണ് എന്ന് പറഞ്ഞ് ആണ് ഈ ആളുകളെ പിടിക്കുന്നത്. അപ്പൊ ഇത് എന്റെ പേരും വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ നാട്ടിൽ ചെന്ന് ഞാന് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒരു ഓഫീസിൽ ഇട്ടോ എൻട്രി കുഴപ്പമില്ല, നമ്മുടെ ആളുകൾ കയറി പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഫാദറിന്റെ അനിയൻ പുള്ളി ഇച്ചിരി ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ കോതമംഗലത്തെ റവന്യൂ ടവറിൽ ഒരു മുറി കിട്ടി. ആ മുറി കിട്ടി അവിടെ ഓഫീസ് ആരംഭിക്കുകയും ചെയ്തു. ആളുകൾ വീട്ടിലോട്ട് വരണ്ടാലോ എന്ന് എഴുതിയിട്ട് ഓഫീസാക്കി. അതിന് മുനിസിപ്പലിൽ നിന്ന് ഒരു ലൈസൻസ് കൊടുത്താ ചെയ്തത്. അത് ആരംഭിച്ചു. അപ്പോഴത്തേക്കും ഈ ഞാന് അപ്പൊ ഇതിന് വേറൊരു സിസ്റ്റർ, പത്തനംതിട്ടയുള്ള ഒരു സിസ്റ്റർ അന്നേരം പുള്ളി ഈ പെന്തിക്കോസ്ത് സഭയെന്ന് ഒരു പെൺകുട്ടീനെ സ്റ്റാഫായിട്ട് തരും. അപ്പൊ ഇവരെല്ലാം ഈ വിശ്വാസികളായതുകൊണ്ട് നമ്മളങ്ങ് 100% വിശ്വസിച്ച്, ഞാനും വിശ്വാസിയാണ്, അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ലെവലിൽ നിന്നു. അപ്പോ ഇതിന് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിക്കാരത്തി മധുരയിൽ വന്നൊരു കുട്ടിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് ഇതിന്റെ ഹെഡ് HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് വിഘ്നേശ്വർ എന്ന് പറയുന്നത്, വിഘ്നേശ്വരൻ എന്നാണ് അവന്റെ പേര് പറഞ്ഞത്. വിഘ്നേശ്വർ എന്ന് പറയുന്ന ആളാണ് ഈ തോമസ് ജോൺ കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് വിഘ്നേശ്വരായിട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തോമസിന്റെ അടുത്തുനിന്ന് വിഘ്നേശ്വരന്റെ നമ്പർ ഒപ്പിച്ചെടുത്ത് ഈ തമിഴത്തിനെ കൊണ്ട് എന്റെ സ്റ്റാഫിനെ കൊണ്ട് കോതമംഗലത്തെ ഓഫീസിലിരുന്ന സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോ ഈ വിഘ്നേശ്വർ പറയുവാണ് തോമസ് ആണ് ഇത് ഡിലേ ആക്കുന്നത്, അതുകൊണ്ട് തോമസ് എപ്പോഴും പൈസ തിരിച്ചു വാങ്ങിക്കുവാണ്, അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആരംഭിച്ചോളാം. അപ്പൊ ഞങ്ങൾ ഈ തോമസിന്റെ അടുത്ത് കൊടുത്തേക്കുന്ന ആൾക്കാരൊക്കെ കൂട്ടിക്കൊണ്ട് തോമസിന്റെ കയ്യിലുള്ള പൈസ തോമസിന്റെ അടുത്ത് തിരിച്ചു തരാൻ പറഞ്ഞ് അവൻ തിരിച്ചു തന്നില്ല. അപ്പൊ ഈ ഫൈൻ ലൈൻ കമ്പനി തന്നെ ആയതുകൊണ്ട് വിഘ്നേശ്വർ എന്റെ സ്റ്റാഫിനോട് പറഞ്ഞു ഈ ആ പൈസ കൂടെ ഉൾപ്പെടുത്തി 3.5 ലക്ഷം രൂപ വെച്ച് പിന്നെയും വാങ്ങിക്കാണ്. അപ്പൊ ഒരാൾക്ക് 3.5 ഓൾറെഡി കൊടുത്തു, തോമസ് കൊടുത്തു. എന്നിട്ട് ഇവൻ നുണയം പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് വീണ്ടും പൈസ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഇവരെങ്ങനെയെങ്കിലും ഒന്ന് കയറി പോകുമല്ലോ, രക്ഷപ്പെടുമല്ലോ, ഈ വിഷയം തീരുമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ വീണ്ടും പൈസ കൊടുത്തു. അത് എന്റെ അക്കൗണ്ട് വഴിയാണ് കൊടുത്തത്. അങ്ങനെ ഈ വിഘ്നേശ്വർ 6 അക്കൗണ്ട് തന്നു. അത് നാട്ടിലുള്ള അക്കൗണ്ടാ, ചെന്നൈ, കോയമ്പത്തൂർ ആ ഭാഗത്തുള്ള 6 അക്കൗണ്ട് വന്നു. ഈ 6 അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. അങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്തു. ഏതാണ്ട് 2 ചില്ലാൻ കോടി രൂപ ഈ വിഘ്നേശ്വർ തന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ഞാൻ ഈ സെപ്റ്റംബർ നാട്ടിൽ പോയപ്പോ SBI അക്കൗണ്ട് നാട്ടിൽ നിന്ന് എടുത്ത്, അത് ഈ തോമസായിട്ട് ബന്ധമില്ലാട്ടോ ഞാൻ ഇപ്പൊ പറയുന്ന കാര്യത്തിന്, തോമസിനകത്ത് കൊടുത്തു കഴിഞ്ഞു, അത് ആ വഴിക്കും. അപ്പൊ ഇത് എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയതാണ്. അങ്ങനെ ഈ വിഘ്നേശ്വരനെ ഇപ്പൊ ആളെ കണ്ടുപിടിച്ചു. ഇത് ഇവൻ ബെൽഫാസ്റ്റില്, വിഘ്നേശ്വർ എന്ന് പറഞ്ഞ ആള് ബെൽഫാസ്റ്റില് അവിടെ ആണ് ഈ കമ്പനി, ഫൈൻ ലൈൻ എന്ന് പറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞ് ആളുകളെല്ലാം, ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വമ്പൻ സ്കാമാണ്. ഇത് തോമസിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകണ ഭയങ്കര സ്കാമാണ്. എന്നിട്ട് ഇത് അന്വേഷിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചു. എന്ത് എതിർപ്പ് വന്നാലും എന്ത് വന്നാലും ഇത് വിടില്ല എന്നുള്ള രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേര് ദോഷം മുഴുവൻ വന്നിരിക്കുന്നത് ഹെൻറി എന്റെ പേരിലാണ് വന്നിരിക്കുന്നത്, പുറത്തേക്ക് പബ്ലിസിറ്റി ചെയ്തിരിക്കുന്നത്. ആൾക്കാരെല്ലാരും ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാരും പറയുന്നത് ഹെൻറി പൗലോസ് ആണ് പൈസ മേടിച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? തോമസ് ആണ് ഇതിനകത്ത് പ്രതിയെങ്കിൽ നിങ്ങളുടെ പേര് പറയാൻ കാര്യം എന്താണ്? അല്ല, തോമസിന്റെ അടുത്തേക്ക് തോമസ് കേരളത്തിൽ ധാരാളം റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും രണ്ടൊന്നും അല്ല. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് മാത്രം ഉള്ളത് തന്നെ എന്റെ ഒരു 10-30 പേര്. അതുകൂടാതെ കേരളത്തിൽ എമ്പാടും ചെയ്തിരിക്കുക. ഇതിൽ അനേക ആൾക്കാർ നിലവിളിച്ചോണ്ട് നടക്കുക, പെട്ടെടുക്കുക. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് ഇടനില നിന്നതേ ഉള്ളൂ, നിങ്ങൾ തെറ്റുകാരനല്ല എന്നാണോ പറയുന്നത്? അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഞങ്ങൾ മുഖാന്തരം ചെയ്തിരിക്കുന്നത് കുറച്ച് പേരേ ഉള്ളൂ. അതെന്റെ ഫാദറിന്റെ അക്കൗണ്ട് വഴി. ആലപ്പുഴയുള്ള ശില്പ എന്ന് പറഞ്ഞ പെൺകുട്ടിയൊക്കെ അവരുടെയൊക്കെ പൈസ അവർ 8-9 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലാണ് ഇട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നോട് പറയുന്നത്. അപ്പൊ അതും ഇങ്ങനെ ഇതെല്ലാം ഫണ്ട് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതുപോലെ എല്ലാ സംഗതി അടക്കം പോലീസിനെ ഏൽപ്പിച്ച് സംഭവം ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി വിഘ്നേശ്വരനെ കൂടി കിട്ടണം. അത് വിഘ്നേശ്വരനെ തൊടുപുഴ പോലീസ് പിടിച്ചിട്ടുണ്ട്. അത് ശരി. പക്ഷെ പബ്ലിസിറ്റി വന്നിട്ടില്ല. എന്നാണ് പിടിച്ചത്? ഈ അനീഷ് സാർ ഇടയ്ക്ക് ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നാലെ വിവരം പറയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ഓർക്കുണ്ടോ? ഞാൻ വിചാരിച്ചത് ഇതായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അത് വളരെ രഹസ്യമായിട്ട് ചെയ്തത്. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ വിഘ്നേശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഫീൽഡായിട്ട് ബന്ധമുള്ളവനാണ്. അവൻ ഈ ആളുകളുടെ ഇന്ന് മുഴുവൻ അവന് എന്റെ ഇപ്പൊ ഒരു അറിവ് ഒരു 100-300 ഡോക്ടർമാരുടെ ഇന്ന് കേരളത്തിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അത് എന്റെ ഒരു രഹസ്യ അറിവാണ്. പുള്ളി ഫേസ്ബുക്കും അതേപോലെ മീഡിയ വഴിയുള്ള കളിയാണ് മൊത്തം. കംപ്ലീറ്റ് വെബ്സൈറ്റ് പരിപാടിയാണ്. എല്ലാം എന്നാ പറയണ ഓഫർ ലെറ്റർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണ്. എന്നാ QR കോഡൊക്കെ വെച്ചിട്ടുള്ള ഓഫർ ലെറ്ററുകളാണ്. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും വീണ് പോകും. അതിനകത്ത് അത്ര കറക്റ്റാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇതെല്ലാം വെബ്സൈറ്റിൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങുമില്ല. ഇത് ഇവനെ പോലീസ് പിടിക്കുമ്പോൾ, വിഘ്നേശ്വരനെ പോലീസ് പിടിക്കുമ്പോൾ 1000-ലധികം ആധാർ കാർഡും പാൻ കാർഡും അതേപോലെ കംപ്ലീറ്റ് ഫേക്ക് ആണ് ഇവൻ. പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി പോയിട്ട് പുള്ളിനെ ഇപ്പൊ കാണാനില്ല.
വീണ്ടും പുള്ളിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. ശരി. പക്ഷെ പുള്ളിയുടെ ചില സ്ഥാപനങ്ങളൊക്കെ കോയമ്പത്തൂർ ഉള്ളതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ വിഘ്നേശ്വറിന്റെ കുറച്ച് കാര്യങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതും, അതുപോലെ ഇവൻ ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ പിടിച്ചിട്ടുണ്ട്. അതുപോലെ SKR കണ്ടാണ്, SKR എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഷോർട്ട് നെയിം, സിനിമ നെയിം അതാ. ഇവൻ സിനിമയ്ക്കൊക്കെ, സിനിമയിലെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കൊടുക്കലും, ഇൻട്രസ്റ്റ് അതിന് പൈസ കൊടുക്കലും, അതുപോലെ എന്തൊക്കെയോ പരിപാടികൾ ഫിലിം ഫീൽഡായിട്ട് ഭയങ്കര കണക്ഷനാണ്. ഞാനിപ്പോ അതിന്റെയൊക്കെ എല്ലാം ഇട്ട് തരാം. അത് എന്റെ ഉള്ളത് കംപ്ലീറ്റ് തരാം. കംപ്ലീറ്റ് ആര് വിളിച്ചാലും ഇവൻ. അതുപോലെ ഇവനെല്ലാം വെബ്സൈറ്റ് വഴിയാണ്. ഇവൻ എന്നാ അനിസാറ് പറഞ്ഞില്ലേ കംപ്ലൈന്റ്, അനിസാറിനെതിരെ കേസ്, ബെൽഫാസ്റ്റ് കോർട്ട് കേസ് എടുത്തു എന്നൊക്കെ പറഞ്ഞു. എനിക്കെതിരെ നിങ്ങൾ അയച്ചെന്നാണല്ലോ, നിങ്ങൾ DGPക്ക് പരാതി അയച്ചെന്നായിരുന്നല്ലോ എനിക്ക് കിട്ടിയത്. അത് ഇവന്റെ തന്ത്രമാണ്. ഇവനും ഈ തോമസും ഉള്ളാല കൈയുണ്ട്. അതിന് പോലീസ് തെളിയിക്കണം, കൈയുണ്ടോന്ന് അറിയില്ല. ഇവന്റെ സ്ഥിരം പരിപാടിയായത് ഈ ഉള്ളാലെ പുള്ളി എല്ലാം വേറൊരാളുടെ പേജിലെ പുള്ളി ചെയ്യും, വേറൊരാളെ മുൻപന്തിയിൽ നിർത്തും. അപ്പൊ മറ്റുള്ള ആൾക്കാർ വിചാരിക്കും ഇവനത് ചെയ്യുന്നത്. ഇവന്മാര് രഹസ്യം അറിയില്ല. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്കുള്ള ലാഭം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടോ? എന്റെ അക്കൗണ്ടിലേക്ക് വന്നെല്ലാം ഇവൻ അറിഞ്ഞുകൊണ്ടല്ലേ വരുന്നത്. 10 രൂപ ഇന്ന് എന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആ അരമണിക്കൂറിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? നിങ്ങൾ ഒരു റവന്യൂ ടവറിൽ റൂം എടുത്തു, സ്റ്റാഫിനെ വെച്ചു, പിന്നെ ഇത്രയും പൈസ ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒന്നും കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, എന്റെ ജോലിയും പോയി. ഞാൻ ഈ സെപ്റ്റംബർ 1 ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് 30 തിരിച്ചു വരേണ്ടതായിരുന്നു. അപ്പൊ ഈ കോലാഹലം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കോലാഹലം ഉണ്ടാകുന്നത്. അപ്പൊ ഇനി ആളുകളെ എങ്ങനെയും കയറ്റിക്കൊണ്ടുവിടുമെന്ന് കരുതിയിട്ട് വിഘ്നേശ്വർ പറഞ്ഞതനുസരിച്ച് ഞാൻ കോതമംഗലത്ത് ICICI ബാങ്കിൽ SB അക്കൗണ്ട് എടുത്ത്, പിന്നെ ആക്സിസ് ബാങ്കിലും അക്കൗണ്ട് എടുത്ത്, അങ്ങനെ SB അക്കൗണ്ട് മുഖാന്തരമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതല്ലാതെ SB അക്കൗണ്ടിൽ നിന്ന് വിദേശ UK-ലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ നാട്ടിലാണോ UK-ലാണോ? അവിടെ UK-ലാണ്. അപ്പോൾ പിന്നെ ഈ പൈസ എല്ലാം വാങ്ങിച്ചിട്ട് എല്ലാം വിഘ്നേശ്വരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു, അതാണ് നിങ്ങൾ ചെയ്തത്? അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കി. നിങ്ങൾ അതിനകത്തൊന്നും ഒരു രൂപ പോലും എടുത്തിട്ടില്ല? ഞാൻ വാങ്ങിച്ചതും തോമസ് വാങ്ങിച്ചതും രണ്ടാ. ഞാൻ എന്റെ ഫാദറിന്റെ മുഖാന്തരമാണ് തോമസിന്റെ അക്കൗണ്ടിലേക്ക് പൈസ പോയത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പൈസ അത് എന്റെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് വിഘ്നേശ്വർ തന്നിരിക്കുന്ന അക്കൗണ്ടിലേക്ക് പോയി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതൊരു ബിസിനസ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു ലാഭവും കിട്ടിയിട്ടില്ല. എല്ലാ പൈസ അവൻ അയച്ചു കൊടുത്താൽ നിങ്ങൾ മണ്ടറാണോ? ഇത്രയും ഇങ്ങനെ പൈസ കണ്ണുകൂട്ടി ഇത്രയും പൈസ അയച്ചു കിട്ടിയ മുഴുവൻ പൈസ അയാൾക്ക് അയച്ചു കൊടുക്കാൻ? ഇത് ഓഫീസിലെ സ്റ്റാഫ് ആയിട്ട് ചെയ്തത്. ഞാൻ OTP പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഓഫീസിലെ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെയാണ് ചെയ്തത്. അല്ല ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ അപ്പൊ പ്രവർത്തിക്കാനുള്ള വരുമാനം എവിടെ നിന്ന് കിട്ടും? നിങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? ഈ പൈസകൾ വരുമ്പോൾ ഈ ആളുകൾക്ക് ഓഫർ ലെറ്റർ എടുത്ത് കൊടുക്കണമല്ലോ. അതിന് ഈ ഓഫർ ലെറ്ററിന് 3 ലക്ഷം രൂപയായി വിഘ്നേശ്വർ പറയുന്നത്. അപ്പൊ ആ പൈസയാണ് ഈ വാങ്ങിക്കുന്നത്. അപ്പൊ ആ പൈസ നിങ്ങൾ 1 രൂപ പോലും എടുത്തിട്ടില്ല? എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും? നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ആയിട്ട് സ്ഥാപനം നടത്തിയ? ഇത് സ്വന്തം കയ്യിൽ നിന്ന് മാത്രമല്ല, പല പടപടത്തിന്റെ കൊണ്ടുപോയി. ഇതൊന്നും അത്ര വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ മുഖാന്തരം പൈസ കൊടുത്തിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ തോമസിനെ പിടിച്ച് തോമസ് പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിഷയങ്ങൾ തീർന്നു. ഉറപ്പാണോ? വിഘ്നേശ്വർ പിടിച്ചു കഴിഞ്ഞാൽ വിഘ്നേശ്വർ പൈസ ആദ്യമേ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സെറ്റിൽമെന്റ് ചെയ്യാം എന്നുള്ള ഒരു സമ്മതത്തിന്റെ പുറത്തായിരുന്നു. അപ്പൊ ആ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നു. ശില്പയുടെ ഒക്കെ പൈസ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ ആ വിഷയം തീർന്നല്ലോ. അപ്പൊ ഈ 3 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശില്പയൊക്കെ പറയുന്നത് 7-8-9 ലക്ഷം രൂപ അവരുടെ പോയിരിക്കാന്നാണ് അവർ പറയുന്നത്. അത് 2-3 പ്രാവശ്യമായിട്ടാ. ആദ്യം 1 ലക്ഷം 2 ലക്ഷം ഇങ്ങനെയാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നത്. അത് ആദ്യമേ ഒരാളെ 2 പേരെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓരോരോ ഗ്രൂപ്പാണ്, 15 പേരുടെ ഗ്രൂപ്പാന്ന് പറഞ്ഞു. അങ്ങനെ 15 ഒരു 15 പേരെ കൊടുത്തു കഴിഞ്ഞപ്പോ 30 പേരാന്ന് പറഞ്ഞു. അങ്ങനെ 30 പേരുടെ പൈസ കൊടുത്തു. അത് ടെബിനും കൊടുത്തിട്ടുണ്ട് 30 പേരുടെ. ശരി. ഇത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പോലീസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ? കേരള പോലീസ്? ഓക്കെ. തൊടുപുഴ പോലീസാണ്? ഏതാണ്? എവിടെയുള്ള പോലീസ് ആണ് ഇപ്പൊ വിഘ്നേശ്വറിന്റെ കേസ് ചെയ്യണം. ഞങ്ങൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ FIR കൊടുത്തു. അതുപോലെ ആലുവ പോലീസ് സൂപ്രണ്ടിന് കൊടുത്തു. എപ്പോഴാണ് ഈ പരാതി കൊടുത്തത്? കൊടുത്തപ്പോ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം തൊട്ടും കൂടെ ഞങ്ങൾ ഇത് ഇവൻ ലാസ്റ്റ് ഞങ്ങൾ ഈ ആൾക്കാർ കയറി പോകും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒരു ഡിസംബർ ആയപ്പോ ഇവൻ UK-യിൽ നിയമം മാറി ഒരാൾക്ക് 1.25 ലക്ഷം രൂപ വെച്ച് തന്നെന്ന് വിഘ്നേശ്വർ പറഞ്ഞു. അപ്പൊ അതോടുകൂടി ഞാൻ പറഞ്ഞു ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണം. അന്ന് തൊട്ട് അന്വേഷിച്ചാണ് പിന്നെ ഇവനെ പിടിക്കാം എന്ന്. അപ്പോഴത്തേക്കും ഞാൻ പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് മീഡിയ വഴി എല്ലാം ഫോട്ടോയും കാര്യങ്ങളും വന്നു തുടങ്ങിയല്ലോ. അല്ല, ഹെൻറി UK-ലായിട്ട് ഈ ബെൽഫാസ്റ്റിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ല എന്നുള്ളത് ഹെൻറി അന്വേഷിച്ചു പോലും ഇല്ല. ഈ പറയുന്ന വിഘ്നേശ്വരൻ പറയുന്ന എല്ലാം വിശ്വസിച്ചു അല്ലേ?
വിഘ്നേശ്വർ അല്ല, നമ്മുടെ തോമസ് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞു. നാട്ടിലിരിക്കുന്ന തോമസ് ആണോ നിങ്ങൾക്കാണോ അന്വേഷിക്കാൻ പറ്റും? നിങ്ങൾ ഇവിടെ യുകെയിലല്ല. ഞാനും അന്വേഷിച്ചു. ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ അന്വേഷണം വരുന്നത്. പിന്നെ ബെൽഫാസ്റ്റുള്ള ആളുകളൊക്കെ ആയിട്ട് പലരുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെ ആ ബിൽഡിംഗ് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ അവിടുന്ന് 200 മീറ്റർ അകലെയാന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് ഇത് ഫേക്കാന്നുള്ളത് മനസ്സിലായത്. അതെപ്പോഴാണ് മനസ്സിലായത്? ഈ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ കഴിഞ്ഞ ഒരു നവംബർ ഡിസംബർ ഈ കഴിഞ്ഞ നവംബർ ഡിസംബറോ? 2023 ലാസ്റ്റ്. 2023 ലാസ്റ്റ്. ഓക്കെ. ഒരു വർഷമായി. നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടോ ഇനി? നാട്ടിൽ പോകണം. ഇപ്പൊ ഈ കാര്യങ്ങള് എല്ലാം ഇപ്പൊ പോലീസ് കാര്യങ്ങളൊക്കെ ഒന്ന് തെളിയിച്ചോണ്ടിരിക്കുവല്ലോ. കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം അറിയത്തില്ലേ? അതിപ്പോ ഈ കാര്യങ്ങൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ ആണെങ്കിൽ അത് എന്തായാലും, പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. അത് നിങ്ങൾ വഴിയായിട്ടാണല്ലോ പൈസ പോയിരിക്കുന്നത്. അപ്പൊ ഈ തട്ടിപ്പിന് പിന്നിൽ നിങ്ങളുടെ കൈകളുണ്ടെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും നോക്കാം എവിടം വരെ പോകുന്നു. ശരി. ഓക്കെ.